ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞാൻ നേരം വെളുത്തപാട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേഗത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതായത് നമ്മുടെ അവൽ കേട്ടോ, അവലും പിന്നെ നമ്മുടെ ശർക്കരയും, നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. എല്ലാവർക്കും എനിക്കറിയാം ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. നമ്മുടെ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും മഴക്കാലത്ത്, ഞാൻ ചെറുപ്പത്തിലൊക്കെ മഴക്കാലത്ത് ഇതൊക്കെ മമ്മി ഉണ്ടാക്കി തരുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ കട്ടിളപ്പുഴയുടെ അവിടെ ഇരുന്ന് മുറ്റത്തോട്ട് നോക്കിയിരുന്ന് മഴയും കൊണ്ട് കട്ടൻ ചായയും അല്ലെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ അല്ലെങ്കിൽ പാൽ ചായയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മമ്മി തന്ന് അത് കഴിച്ച ആ കാലം ഞാൻ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നു കേട്ടോ. എന്നാ പറഞ്ഞാലും മമ്മിയുടെ കൈപ്പുണ്യം അത്രയും ഇല്ല എങ്കിലും അത്രയും അതിൻ്റെ ഒരു പകുതിയോളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കേട്ടോ. ആ ഒരു ഓർമ്മയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ശർക്കര ഇതായിട്ട് ഞാൻ നന്നായിട്ട് ചിരണ്ടി താഴോട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഇത്രയും മതി കേട്ടോ, ഇത് ആവശ്യത്തിനായി. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നല്ലൊരു മണത്തിനും രുചിക്കും എല്ലാം കൂടെ നമ്മുടെ ഏലക്ക ഇനി ഞാൻ പൊടിച്ചിടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നല്ല കുഴച്ച് അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഞാനിവിടെ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പിടി പിടിക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു എയിം. പിന്നെ നമ്മുടെ തേങ്ങ ഞാൻ പാക്കറ്റ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു തേങ്ങ ശരിക്കുമുള്ള ഒരു മുഴുത്ത തേങ്ങ ചിരണ്ടാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അത് ചിരണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ നേരം വെളുക്കുക നാളെ രാവിലെ ആകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു യുദ്ധത്തിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഉള്ള തേങ്ങ വെച്ച് പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പെട്ടെന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു എന്നാ പറയണ്ടേ, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സുഖം അല്ലേ. എന്നാ പറയണ്ടേ, രാവിലെ എന്ത് വലിയ മസാല ദോശ കഴിച്ചാലും ഇത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖം, ആ ഒരു സന്തോഷം അല്ലേ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, കട്ടനല്ല കേട്ടോ, സോറി, പാൽക്കാപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ. അതിനുള്ള പാല് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് നേരെ ഇത് നമ്മുടെ കൈ വെച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് ഒരു യുദ്ധത്തിനിറങ്ങിയാണ് ഞാൻ. അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉള്ള തേങ്ങ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലവരിനകത്ത് നമ്മൾ ചെറുതായിട്ട് കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞിടും കേട്ടോ, നല്ലൊരു ഫ്ലേവറിനും കൂടി. പക്ഷെ ഞാനതൊന്നും അരിഞ്ഞിടുന്നില്ല. ഇത് നാടൻ രുചിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിപ്പം പാൽ കാപ്പി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ്ട് ഗൈസ്, ഞാനൊരു യുദ്ധമാണ് കേട്ടോ. ഞാനും അവലും തമ്മിലൊരു യുദ്ധമാണ്. ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ അവലെന്ന് പറയുമ്പോഴത്തേക്കും മിക്സ് ചെയ്യുക നല്ലൊരു കൈക്ക് നല്ല ഒരു ആയാസം ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ശർക്കര ഒരു ചെറിയൊരു വൈറ്റ് മീൻസ് യെല്ലോ കളറുള്ള വൈറ്റ് കലർന്ന യെല്ലോ കളർ ആയതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ അവലിന് ഒരു വേറൊരു കളറില്ലാത്ത കേട്ടോ, ഒരു ബ്രൗണിഷ് കളറില്ലാത്ത. സാധാരണ എപ്പോഴും മേടിക്കുന്ന ശർക്കരയ്ക്ക് ഒരു ബ്രൗൺ കളറുള്ള ശർക്കരയാണ്, ഒരു ഇരുണ്ട കളറ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വൈറ്റിഷ് കളറ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏലക്കയുടെ മണവും ആ രുചിയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ സ്റ്റീവ് എണീറ്റ് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ഒരെണ്ണം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ പിന്നെ ഉപ്പുമാവ്, പുട്ട്, പിന്നെ ഇന്നലെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞാൻ വല്ലപ്പോഴാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഈ സംഭവം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇത് ഒത്തിരി മധുരം കൂടിപ്പോയാലും കൊള്ളത്തില്ല കേട്ടോ. നമുക്കൊരു ആവശ്യത്തിന് മധുരം ഇടാവുള്ളൂ. ഇതുണ്ട്, ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല പഴത്തിലൂടെ അടിച്ച് കയറ്റണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാണ്ട് ഗൈസ് നമ്മുടെ അടിപൊളി അവരെ നനയിച്ചതും പിന്നെ നമ്മുടെ പഴവും നമ്മുടെ സൂപ്പർ കോഫിയും. ഇത് കോഫിയാണ് കേട്ടോ, ഞാൻ ആ 2 അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതാണ്. അതുകൊണ്ട് ആ കോഫിയാണ് ഇങ്ങനെ നല്ല പതയുള്ള കോഫിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചിലവർ ഈ ശർക്കര ഇങ്ങനെ നമ്മളെ ചിരണ്ട ഇടുന്നതിനും ചിലവരിങ്ങനെ ഇങ്ങനെ എന്താണ് അതിൻ്റെ ലിക്വിഡ് വെള്ളമാക്കി ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒക്കെ വെള്ളമാക്കി ഇടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട കാണാത്തവർക്കാണ് അങ്ങനെ താല്പര്യമുള്ളത്. പക്ഷേ എനിക്കിങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല അതിൻ്റെ കൂടെ നല്ല നമ്മുടെ ഏലക്കായുടെ മണവും നല്ല ടേസ്റ്റും സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലിങ്സ്, നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തിരിച്ചു പോകുന്ന, ശരീരം കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും മനസ്സ് അല്ലേ, മനസ്സും ഹൃദയവും എല്ലാം നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ഫീലിങ്സാണ് ഇത് കഴിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനിത് ഹസ്ബൻഡിന് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഹസ്ബൻഡ് അച്ചാച്ചൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, നൈറ്റ് ആയിരുന്നുകൊണ്ട്. എന്നാലും പുള്ളി ഇങ്ങനെ പകുതി കണ്ണ് തുറന്ന് കഴിക്കുകയാണ് കേട്ടോ. അച്ഛൻ എങ്ങനെയുണ്ട്? സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണോ അല്ലേ? നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മൾ തിരിച്ചു പോക്കല്ലേ. പഴം നല്ലതാണോ? അങ്ങനെ പറയരുത്. അപ്പോൾ പുള്ളി നല്ല അടിപൊളി കോഫി എല്ലാം കുടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.